മലബാറിൽ നിന്ന് VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത്, നമ്മൾ ഈ കൊച്ചിയിലേക്ക് പോകുമ്പോഴും തിരുവനന്തപുരത്തേക്കൊക്കെ പോകുമ്പോഴും നല്ല മഴയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ഇന്ന് കോഴിക്കോടിനുണ്ടോ? ഇന്ന് കോഴിക്കോടിന് ആ ഭാഗ്യമില്ല. കോഴിക്കോട് നിന്ന് പരിപാടികളുടെ മഴയാണ്. ധാരാളം പരിപാടികൾ ഇന്ന് ഇവിടെ ഉണ്ട്. എന്തായാലും വെള്ളക്കുപ്പായമൊക്കെ ഇട്ട് VS രഞ്ജിത്തിനെ രാവിലെ കാണാൻ തന്നെ നല്ല സമാധാനമുണ്ട്. വാർത്തകൾ സമാധാനമായിരിക്കട്ടെ. നമുക്ക് ആദ്യത്തെ വാർത്ത ഒന്ന് നോക്കാം. ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഇന്ന് തുടങ്ങും. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കുകയാണ് സർക്കാർ, അല്ലെ? സമാധാനമുള്ളതാണ്, സന്തോഷമുള്ള വാർത്ത കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും ഒരു താൽക്കാലിക ആശ്വാസമുള്ള വാർത്തയാണ്. കാരണം ഇത് പെട്ടെന്നാക്കാനുള്ള കാരണം തന്നെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റുകാർ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ പോയാൽ ഈ പണി നിർത്തിവെക്കേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു ഏറ്റെടുക്കൽ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 17 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ആ കെട്ടിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നോട്ടീസ് പതിപ്പിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ അതിൻ്റെ ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കിയത്. ഇനിയിപ്പോൾ അവിടെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാൻ പോകുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റിയാണ് അവിടെ നിർമ്മാണം നടത്തുന്നത്. കിഫ്ബിയുടെ നിയന്ത്രണത്തിലാണ്. കിഫ്കോണൊക്കെയാണ് അതിൻ്റെ രൂപകൽപ്പനയൊക്കെ ചെയ്തിട്ടുള്ളത്. ആ വീടുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള അതിൻ്റെ നിർമ്മാണ ചെലവുകളും ഒക്കെ സംബന്ധിച്ചൊക്കെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് ഊരാളുങ്കലാണ്. ഊരാളുങ്കൽ ഇന്ന് അവിടെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങും. ആ വീടുകൾ നിർമ്മിക്കുന്ന പ്രവൃത്തി ഇന്ന് ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ കേസുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണ പ്രവൃത്തികളോ നിർമ്മാണ കരാറോ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ആ കേസിലാണിപ്പോൾ ഹൈക്കോടതി അനുകൂലമായി, സർക്കാരിന് അനുകൂലമായൊരു വിധി വന്നിരിക്കുന്നത്. ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. 420 വീടുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സമ്മതപത്രം നൽകിയവർക്കുള്ള വീടുകളായിരിക്കും നിർമ്മിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദുരന്ത ബാധിതരായ ആളുകളിൽ ആദ്യ പട്ടികയിൽപ്പെട്ടവരിൽ തന്നെ ചിലരൊക്കെ വീട് വേണം എന്ന് അറിയിച്ചവരുണ്ട്. ചിലർ വീട് വേണ്ട, മറ്റൊരിടങ്ങളിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ വീട് വെക്കാൻ അനുമതി നൽകിയിട്ടുള്ള, സമ്മതപത്രം നൽകിയിട്ടുള്ളവരുടെ വീടുകളായിരിക്കും ആദ്യം നിർമ്മിക്കുക. VS രഞ്ജിത്ത്, ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ സർക്കാർ വീട് വെച്ച് നൽകുന്നു, ലീഗ് വീട് വെച്ച് നൽകുന്നു, ഇതിൻ്റെയൊക്കെ ഒരു നടപടിക്രമം ഇപ്പോൾ വളരെ വേഗത്തിലുമായി തുടങ്ങി. അതൊരു നല്ല സൂചനയാണല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഇപ്പോൾ സന്നദ്ധ സംഘടനകളിൽ ലീഗാണ് ഏറ്റവും ആദ്യം അവരുടെ വീട് നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ സർക്കാരിൻ്റെ വീട് നിർമ്മാണവും ആരംഭിക്കുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ വീട് നിർമ്മിക്കേണ്ട എന്നുള്ള ആളുകൾക്ക് സർക്കാർ 15 ലക്ഷം രൂപ ധനസഹായം കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇതുപോലെ ലീഗ് പോലുള്ള മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനകൾ വീട് വെച്ച് നൽകുകയാണെങ്കിൽ ആ സന്നദ്ധ സംഘടനകളുടെ സഹായം സ്വീകരിക്കുകയും ചെയ്യാം. അതേസമയം തന്നെ സർക്കാരിൻ്റെ ഈ 15 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ സഹായം കിട്ടുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചുകൊണ്ട് തന്നെ വലിയ നഷ്ടം സംഭവിച്ച ആളുകൾക്ക് ഒരു ചെറിയ ആശ്വാസമാകും എന്നുള്ളതാണ്. രഞ്ജിത്ത്, ഈ സമയപരിധിയൊക്കെ കറക്റ്റ് നമുക്ക് ഈ നിർമ്മാണ പ്രവൃത്തികളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? ലീഗ് പറയുന്ന 8 മാസം എന്നാണ്. അപ്പോൾ അതൊക്കെ ഒരു കറക്റ്റ് ആ സമയത്ത് തീരും എന്ന് വിചാരിക്കാമല്ലേ പണിയൊക്കെ? തീർച്ചയായിട്ടും ലീഗിൻ്റെ സ്വാഭാവികമായിട്ടും അവർ പാർട്ടി സംവിധാനത്തിനകത്ത് പൂർണ്ണമായും ഫണ്ട് ശേഖരിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രവൃത്തിയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഒരു ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് ആ സമയത്തിനുള്ളിൽ തീർക്കാൻ മറ്റു തകരാറുകൾ ഉണ്ടാവില്ല. സർക്കാർ സംവിധാനത്തിൽ അതല്ല. സർക്കാരിന് ഈ പറയുന്ന പോലെ എൽസ്റ്റൺ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഊരാളുങ്കൽ ആയതുകൊണ്ട് നമുക്കൊരു സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഊരാളുങ്കൽ അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ അവരുടെ മികവ് തെളിയിച്ച ഏജൻസിയാണ്. മറ്റ് നിയമ തടസ്സങ്ങളില്ല എങ്കിൽ വളരെ വേഗത്തിൽ തന്നെ സർക്കാരിൻ്റെ പദ്ധതിയും പൂർത്തിയാവും. 1 വർഷത്തിനകം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാ പദ്ധതികളും അതിവേഗം തന്നെ പൂർത്തിയാകട്ടെ. കാരണം ഒരുപാട് മനുഷ്യർക്ക് അത് വലിയ സന്തോഷമാണ് നൽകുന്നത്. അത്രയും ദുരിതം അനുഭവിച്ച മനുഷ്യരാണ്. അതിനെല്ലാം അതിജീവിച്ച് അവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെയുള്ള സാധാരണ ജീവിതത്തിലേക്ക് കടക്കണം. അതെത്രയും പെട്ടെന്ന് സാധ്യമാക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിനും ഇതുപോലുള്ള സംഘടനകൾക്കും ഒക്കെ ചെയ്യാൻ കഴിയുക, അല്ലേ? അതെ, പ്രത്യേകിച്ചും അവർക്കിനി എല്ലാം ഒന്നിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീട് വേണം, പണം വേണം, വീണ്ടും ജോലി, ഇതെല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങുന്നവരാണ് ജനങ്ങൾ. അവർക്ക് എത്രയും പെട്ടെന്നൊരു പുനരധിവാസം സാധ്യമാക്കുക എന്നതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട ഏറ്റവും നല്ല കാര്യം. രഞ്ജിത്ത് പോയിട്ടില്ലെങ്കിലേ ഒരു കാര്യം കൂടി നമുക്ക് ചോദിക്കാമായിരുന്നു. രഞ്ജിത്ത്, നേരത്തെ നമ്മളൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുമ്പോഴേ അതിൽ ഒരു പ്രതി പറഞ്ഞ കാര്യം രഞ്ജിത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ദൃശ്യം 4 നടന്നു എന്നാണ് അതിൽ ഒരു പ്രതി മറ്റൊരാളോട് പറഞ്ഞിരിക്കുന്നത്. അയാൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കുറ്റകൃത്യങ്ങളൊക്കെ അതിന് പിന്നിൽ ഈ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചർച്ച കുറേ കാലമായി ഇങ്ങനെ നടക്കുന്നു. രഞ്ജിത്തിന് എന്താണ് തോന്നുന്നത്? ദൃശ്യം 4 നടന്നു എന്നൊക്കെയാ പറയുന്നത് ഒരു കുറ്റവാളി. സിനിമ സ്വാഭാവികമായിട്ടും സിനിമ സ്വാധീനിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏത് കാര്യത്തെയും കലകൾ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ കലകൾ എന്ന് പറയുമ്പോൾ അതത് കാലഘട്ടങ്ങളിൽ പ്രചാരത്തിലുള്ള കലകളാണ്. ഒരു കാലത്ത് നമ്മൾ പറയാറില്ല, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകങ്ങൾ നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചിട്ടാണ്. ആ നല്ല സ്വാധീനം കൊണ്ട് ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായി എന്നുള്ളത്. അതിനു മുമ്പ് ഓട്ടംതുള്ളൽ പോലെ കലാരൂപങ്ങളായിരുന്നുവെങ്കിൽ ഓരോ കാലഘട്ടത്തിലും മാസിനെ സ്വാധീനിക്കാൻ സാധിക്കുന്ന കലാരൂപങ്ങളുണ്ട്. ഇപ്പോൾ സിനിമയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ, ഇപ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ ഒരു വേദി, ആ വേദിക്ക് മാത്രമുള്ള സദസ്സാണ്. പക്ഷെ സിനിമ അങ്ങനെയല്ലല്ലോ. സിനിമയ്ക്ക് ഒരേ സമയം തന്നെ ധാരാളം പ്രേക്ഷകരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു ആർട്ട് ഫോമും ജനങ്ങളെ സ്വാധീനിക്കുന്ന പോലെ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ മീഡിയ, മാസ് മീഡിയ സ്വാഭാവികമായിട്ടും ജനങ്ങളെ സ്വാധീനിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സിനിമയിലെ ട്രെൻഡ് ഡ്രസ്സിലും അതുപോലെ തന്നെ സംസാരത്തിലും മാത്രമല്ല, അത് ആളുകളുടെ ജീവിത രീതിയൊക്കെ സ്വാധീനിക്കും. കല കലയ്ക്ക് വേണ്ടിയല്ല, കല ജനങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിൽ സ്വാധീനിക്കപ്പെടുന്നുള്ളത് 100% ഉറപ്പാണ്. എന്തായാലും ഒരു ജിത്തു ജോസഫ് ഒന്നും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ദൃശ്യം 4 കാരണം തീർച്ചയായും സംവിധായകന്മാർ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇല്ല, പലതരത്തിലാണ് അതിന്റെ അത് നമ്മുടെ ഒരു വിവേചനാധികാരമല്ല. ഒരു പ്രേക്ഷകൻ അത് എങ്ങനെ അത് സിനിമ കൺസീവ് ചെയ്യണം, എങ്ങനെ ഒരു ആർട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം, അതൊക്കെ നമ്മുടെ ഒരു വിവേചനാധികാരമാണ് ശരിക്കും. VS രഞ്ജിത്ത് അവിടെ നിൽക്കുമ്പോഴേ ശരിക്കും കോഴിക്കോട് ഒരു മഴയും ഡ്രൈ ആയി കിടക്കുകയാണ് കേട്ടോ റോഡൊക്കെ, അല്ലേ രഞ്ജിത്ത്? VS രഞ്ജിത്ത് പൊള്ളി നിൽക്കുന്ന പോലെ ഉണ്ട് ശരിക്കും. ഒരു തുള്ളി മഴയ്ക്ക് വേണ്ടി കോഴിക്കോട് കാത്തു നിൽക്കുകയാണോ? അല്ലല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ നല്ല മഴ പെയ്തിരുന്നു കോഴിക്കോട് കേട്ടോ. രാത്രിയിൽ മഴ പെയ്തിരുന്നു, വൈകിട്ട് നല്ല മഴയുണ്ടായിരുന്നു. കോഴിക്കോട് വേനൽ മഴ കിട്ടിയിട്ടുണ്ട് കോഴിക്കോടിന്. അപ്പോൾ ഏതായാലും വേനൽ മഴ തുടരട്ടെ. കാരണം ഈ ഭയങ്കര ചൂടാണ്, രാത്രിയൊക്കെ കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം കൂടി കേട്ടോ, പ്രകൃതി തന്നെ ഒരുക്കിയാൽ നമുക്ക് വീട്ടിലെ കറണ്ട് ചാർജ് ഒഴിവാക്കാം. ഈ കഴിഞ്ഞ ദിവസം ദീപക് മലയമ്മയും സിനോജ് തോമസ് ഒക്കെ ലൈവിൽ വന്നപ്പോൾ ചെറുതായിട്ട് ഞാനൊരു കാര്യം അങ്ങ് സൂചിപ്പിച്ചിരുന്നു. കനത്തിലൊരു കൈനീട്ടം VS രഞ്ജിത്ത് ഇപ്രാവശ്യം കൊടുക്കുമെന്ന്. കൊടുക്കുമല്ലോ അല്ലെങ്കിൽ അവർ എനിക്ക് മെസ്സേജ് അയച്ചു വരും. തീർച്ചയായിട്ടും കൈനീട്ടം എന്ന് പറയുന്നത് തുക എത്രയെന്നുള്ളതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. നമ്മൾ ഐശ്വര്യമായിട്ട് മലയാളികളുടെ പുതുവർഷമാണ്. ആ പുതുവർഷത്തിൽ കണിക്കൊന്ന കണി കണ്ട് ഒരു ചെറിയ കൈനീട്ടവും കിട്ടി സമൃദ്ധമായിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. അതിന് സമൃദ്ധി ഉണ്ടാക്കാൻ പാകത്തിൽ എൻ്റെ ഐശ്വര്യമുള്ള കയ്യിൽ നിന്ന് ഒരു കൈനീട്ടം കൊടുക്കും. അപ്പോൾ എന്റെയും റോഷിയുടെ ഒരു മെസ്സേജ് കൂടി 14-ാം തീയതി കാലത്ത് വരും ഗൂഗിൾ പേയിൽ. ശരി രഞ്ജിത്ത്, എന്തായാലും നമ്മൾ ഒരുപാട് വാർത്തകൾ പങ്കുവച്ചു, വിശേഷങ്ങൾ ഒരുപാട് വെളിപ്പെടുത്തരുത്. ശരി ശരി. VS രഞ്ജിത്ത് കനത്തിൽ തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? വാർത്തയല്ല, തുക. ശരി, ഓക്കെ VS രഞ്ജിത്ത്. ഹാവ് എ ഗുഡ് ഡേ VS രഞ്ജിത്ത്. താങ്ക് യു.